അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഉയർന്നു വന്ന വേടൻ പ്രശസ്തനായത് ചിലർക്ക് സഹിക്കാനായില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. വേടനെ ദേശവിരുദ്ധനാക്കാൻ സംഘപരിവാർ ശ്രമിച്ചെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വേടൻ എന്ന് പറയുന്നത് ഒരു പുതിയ ലോകത്തെ ആധുനികമായ ഒരു മ്യൂസിക് സംവിധാനത്തിൻ്റെ കേരളത്തിൻ്റെ പടനായകനായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ RSകാർ പറയുകയാണ്, BJPക്കാർ പറയുകയാണ് ഇത് ജാതി ഭീകരതയാണ്, ജാതി ഭീകരത. ആ റാപ്പ് മ്യൂസിക്കിനെ പറ്റിയാണ് പറയുന്നത്, കലാഭാസമാണ്, ഇവനെന്ത് കല. ഈ RSകാരന് പ്രത്യേകിച്ച് അതിൻ്റെ മുഖപത്രത്തിൻ്റെ പത്രാധിപർ മധുവിന് എന്ത് കല, എന്ത് കലാസ്വാദനം. സവർണ മേധാവിത്വത്തിൻ്റെ നിലപാടുകളെ ചരിത്ര അവബോധത്തോടുകൂടി വ്യക്തമായിട്ട് ഈ റാപ്പ് മ്യൂസിക്കിൻ്റെ ഭാഗമായി വേടൻ പറയുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. M സന്തോഷ് കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. സന്തോഷ്, അതായത് വേടന് CPIMന്റെ പിന്തുണ ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. സമീപ ദിവസങ്ങളിൽ വേടന് നേരെയുണ്ടായ എല്ലാ അധിക്ഷേപങ്ങൾക്കുമെതിരെ CPIMന്റെ ശക്തമായ പിന്തുണയുണ്ടാകുമെന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതിൽ മനു, കണ്ണൂരിൽ നടന്ന EK നായനാർ അനുസ്മരണ യോഗത്തിൽ വെച്ചാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വേടനുള്ള പിന്തുണ ആവർത്തിച്ച് വ്യക്തമാക്കിയത്. വേടനെ ചിലർ വേട്ടയാടുകയാണ്, അത് അടിസ്ഥാന വിഭാഗത്തിൽ നിന്നും ഉയർന്നു വന്നയാളായതുകൊണ്ടാണ് വേടനെതിരെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി. റാപ്പ് സംഗീതം എന്ന് പറയുന്ന സംഗീത മേഖലയിൽ കേരളത്തിന്റെ പടനായകനായി മാറുകയായിരുന്നു വേടൻ. ഈ റാപ്പ് മ്യൂസിക് എന്താണ് എന്നുള്ളത് സംഘപരിവാറിന് അറിയില്ല. അവർ അത് കലാഭാസം എന്നാണ് സംഘപരിവാർ പറയുന്നത്. RSSന് കലയുമില്ല, കലാ ആസ്വാദനവുമില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ സവർണ മേധാവിത്വത്തെ വേടൻ റാപ്പ് സംഗീതത്തിലൂടെ തുറന്നു കാട്ടുകയാണെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. വേടന്റെ കൈവശം കഞ്ചാവ് സൂക്ഷിച്ചതിനാണ് വേടനെതിരെ കേസെടുത്തത്. അത് തെറ്റ് തന്നെയാണ്. പക്ഷെ തെറ്റേറ്റു പറഞ്ഞ് വേടൻ തിരുത്താൻ തയ്യാറായതിന് പിന്നാലെ ആ വിവാദം അവസാനിപ്പിക്കേണ്ടതാണ്. എന്നാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വേടനെ വീണ്ടും വേട്ടയാടി പുലിനഖത്തിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ജാമ്യമില്ലാത്ത വകുപ്പ് ചാർത്തി കേസെടുത്തത്. അത് ഏതായാലും അംഗീകരിക്കാൻ കഴിയുന്ന നിലപാടല്ല. ആ നിലപാട് CPIM ആ സമയത്ത് തന്നെ വ്യക്തമാക്കിയതാണ്. തുടർന്നും വേടന് പിന്തുണയുണ്ടാകും എന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയത്. മനു, ശരി, സന്തോഷ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.